ഇവ നമുക്ക് ഉണ്ടാകണം. പിന്നെ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. പണം വർദ്ധിക്കുന്ന കാര്യമല്ല കേട്ടോ, വസ്തുവിന്റെ വർധനവല്ല, പള്ളിയിൽ ആത്മാക്കളുടെ വർധനവുമല്ല. പള്ളിയിൽ ആത്മാക്കളുടെ വർധനവ് കാണിക്കൊക്കെ വേണ്ടിയുള്ള വർധന, പണമല്ല. ഇത് വർദ്ധിക്കണം. അവരവരിൽ ഇത് വർദ്ധിക്കണം. അവരവരിൽ ഇത് വർദ്ധിക്കണം എന്നുള്ള ആ അഭിഷേകത്താൽ, ആ അധികാരത്താൽ പ്രവർത്തന മേഖലകൾക്ക് തടസ്സമിടുക അല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തന മേഖലകൾക്ക് തടസ്സമുണ്ട്, തടസ്സത്തിന് കാരണക്കാരുമുണ്ട്. ആ കാരണക്കാർ മാനദണ്ഡപ്പെടാത്തിടത്തോളം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. ഒന്നുകിൽ ആ തടസ്സക്കാർ ഒഴിഞ്ഞു മാറണം, ഇല്ലെങ്കിൽ തടസ്സക്കാർ മാനം തിരിയണം. അത് ലാഭം വരുമോ നഷ്ടം വരുമോ അതൊന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഗുണമാണോ ദോഷമാണോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മനം തിരിയുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക. സ്തോത്രം. ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ പ്രാപിക്കാൻ പറ്റും? അല്ല, ചില ആൾക്കാർ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഊന്നപ്പോ അങ്ങോട്ട് ഒറിഞ്ഞപ്പോ ഇങ്ങോട്ട്, അങ്ങനെ ഇതൊക്കെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? സ്ഥിരമാനത്തിനല്ലേ ആശ്രയം നിൽക്കുള്ളൂ. അവിടെ സ്ഥിരത പറയുന്നില്ലേ? സ്ഥിരമാനസുണ്ടോ? മനസ്സ് അങ്ങോട്ട് ചായും, മനസ്സ് ഇങ്ങോട്ട് ചായും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആരുടെയെങ്കിലൊക്കെ പ്രീതിക്ക് വേണ്ടി മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായും. എന്തിനാ? ഒന്നുകിൽ മനം തിരിയാൻ വേണ്ടി ചായുന്നത്. സ്തോത്രം. തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചവരെ മനം തിരിയാൻ വേണ്ടി ചായുന്നത്, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ചായുന്നത്. പക്ഷെ ചാഞ്ഞ് ഒന്നുമില്ലാതെ പോകും. അവിടെ ലാഭം മറ്റും നോക്കിയിട്ട് കാര്യമില്ല, ലജ്ജ നോക്കിയിട്ട് കാര്യമില്ല. സ്തോത്രം. മനം തിരിഞ്ഞേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വിട്ടുമാറിയേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന്, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ മാറുക, അല്ല ഒന്നാമത്തത് മനം തിരിയുക, രണ്ടാമത്തത് മാറുക. സ്തോത്രം. ഇത് തുടക്കത്തിൽ ഒന്നുകിൽ മനം തിരിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ മാറിയെങ്കിൽ പ്രവർത്തനം എത്ര വിശാലമാകുമായിരുന്നു. എത്രയോ മനുഷ്യാത്മാക്കളെ വചനം ഉൾക്കൊള്ളുമായിരുന്നു. അവരിൽ ദൈവാത്മാവ് ഇടപെടുമായിരുന്നു. മനുഷ്യാത്മാവ് വചനം ഉൾക്കൊണ്ടല്ല ദൈവാത്മാവ് ഇടപെടും. വചനം ഉൾക്കൊള്ളാത്ത മനുഷ്യാത്മാവ് ദൈവത്തിന്റെ ആത്മ ഇടപെടില്ല. ഇടപെട്ടൊരു കാര്യമില്ല. കണക്ക് പഠിക്കാത്തവര് പരീക്ഷ കൊടുത്ത കാര്യമുണ്ടോ? പരീക്ഷയുടെ കാര്യമുണ്ടോ? കണക്ക് പഠിക്കുന്നവർക്കല്ലേ പരീക്ഷ വേണം. വചനം ഉൾക്കൊള്ളുന്നവർക്കല്ലേ ആത്മാവോട് ദൈവാത്മാവോട് വേണം. സ്തോത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുകിൽ മനം തിരിയുക, അല്ലെങ്കിൽ ഒഴി മാറുക. സ്തോത്രം. ഇല്ലെങ്കിൽ കണക്കുകൾ ഒരുപാട് പറയേണ്ടി വരും, ഒരുപാട് ചോദിക്കും. നിസ്സാരമെന്ന് വിചാരിക്കണ്ട. ഒരു മനുഷ്യാത്മാവിന്റെ വില സർവ്വലോകത്തിനേക്കാൾ വിലയാണ്. എവിടെ കൊണ്ട് തീർക്കും? താൻ തന്നെ പ്രാണനെ നേടാൻ കഴിയുന്നില്ല, മറ്റൊരു പ്രാണനെ നേടാൻ കഴിയുന്നില്ല. എവിടെ അവസാനിക്കും? ഇനി അന്തം ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് നല്ല രീതിയിൽ തിരുവചനത്തിന് വില കൊടുക്കുന്ന വ്യക്തികളുമായിട്ട് സംസർഗം ചെയ്യുക. സ്തോത്രം. തിരുവചനത്തിന് വില കൊടുക്കാത്ത, തിരുവചനത്തിന് ഇടം കൊടുക്കാത്ത വ്യക്തികളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുക. അത് അപ്പനാണോ അമ്മയാണോ സഹോദരങ്ങളാണോ ബന്ധുക്കളാണോ മിത്രങ്ങളാണോ ഒന്നും ഒരു വിഷയമല്ല. ന്യായാസനത്തിന് മുമ്പിൽ ഇതൊന്നും ചോദിക്കരുത്. നിന്റെ അപ്പൻ എവിടെ ചോദിക്കില്ല, നിന്റെ അമ്മ എവിടെ ചോദിക്കില്ല, നിന്റെ ഭാര്യ എവിടെ ചോദിക്കില്ല, നിന്റെ ഭർത്താവ് എവിടെ ചോദിക്കില്ല. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ബന്ധങ്ങളെല്ലാം പിടിച്ചു വെച്ചാൽ ഒരു ഗുണവുമില്ല. എല്ലാ ബന്ധങ്ങളും മണ്ണിനും പൂഴിക്ക് പൂഴിയെന്ന് മൂന്ന് പ്രാവശ്യം മണ്ണുവാരിട്ടിട്ട് അവർ പോകാറ് ജോലി നോക്കി. അതോടെ ബന്ധങ്ങൾ തീരും. പക്ഷെ ദൈവാത്മാവ് അങ്ങനെ തീർന്നു പോകുന്ന ബന്ധമല്ല. പിശാചിന്റെ ആത്മാവ് അങ്ങനെ തീർന്നു പോകുന്ന ബന്ധമല്ല. പിശാചിന്റെ ആത്മാവ് സ്തോത്രം നമ്മെ പാതകത്തിൽ കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ബന്ധമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ആവേശോത്രം ദൈവ സാന്നിധ്യത്തിൽ വിശ്രമ സ്ഥലത്തിൽ കൊണ്ടുപോകേണ്ട ബന്ധമാണ്. ഈ ബന്ധമാണ് സ്ഥാപിക്കേണ്ടത്. ഏത് ബന്ധം? പിശാചിനോടുള്ള ബന്ധമല്ല, ദൈവരാജ്യത്തിനുള്ള ബന്ധമാണ് സ്ഥാപിക്കേണ്ടത്. പാതകത്തോട് ഉടമ്പടി എന്ത് ചെയ്യണം? ദുർബലപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. പാതകത്തിന്റെ ആടികളായിരിക്കുന്ന ബന്ധങ്ങൾ ദുർബലപ്പെടണം.
അതിനെ ദുർബലപ്പെടുത്തണം. അത് ദുർബലപ്പെടുത്താത്തവരുമായി യാതൊരു സംസർഗവും. അതൊക്കെ എത്ര പഠിച്ചാലും എത്ര കേട്ടാലും അത് നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടില്ല, ഒന്നും അറിയില്ല. അതൊക്കെ അനുസരിക്കേണ്ട കാര്യമാണ്, അനുസരിപ്പിക്കേണ്ട കാര്യമാണ്. അനുസരിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ വെല്ലുവിളിക്കരുത്, അതിനെതിരെ തർക്കിക്കരുത്. തർക്കിക്കുന്നവന്റെ മേൽ സ്വതന്ത്രം ദൈവത്തിന്റെ കോപമാണ് വരുന്നത്. അവന് പുത്രനെ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവര് ജീവനിൽ കാണുകയില്ല. ദൈവത്തിന്റെ ക്രോധം അവന്റെ മേലും. അപ്പൊ ദൈവത്തിന്റെ ക്രോധം ഏറ്റവും ചോദിച്ചോണ്ട് പുത്രൻ എന്നിലുണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? ക്രിസ്തുവിലാണ് ഞാനെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. എല്ലാം ഗ്രഹിച്ചറിയണം. അതാണ് പത്രോസപ്പോസ്തലനെ സോദരൻ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവയില്ലാത്തവനോ വർദ്ധിക്കുന്നു എങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ആരാണ്? നിഷ്ഫലന്മാരാണോ? ഫലമുള്ളവരാണോ? ഇല്ലാത്തവരാണോ? അപ്പൊ നമ്മെ തന്നെ ചുമ്മാ പറയില്ല ഞാനും നല്ലെന്ന്. നമ്മളെ തന്നെ ഒന്ന് ശോധന കൃത്യമായി തെളിഞ്ഞു വരിക. കൃത്യമായി തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ ഞാൻ എവിടത്തേക്ക് കാത്തിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കാണോ അതോ പതനത്തിലേക്കാണോ? നമ്മൾ തന്നെ വിധിക്കാം. സ്തോത്രം. പിന്നെ ഇതെല്ലാം ദൈവാത്മാവ് സ്പഷ്ടമായി ഇടപെട്ട് വെളിപ്പെടുത്തി തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മനംതിരിയാൻ വേണ്ടിയാണ്. മനം തിരിഞ്ഞെന്ന് പ്രവൃത്തിയിൽ കാണണം. മനം തിരിഞ്ഞെന്ന് പറഞ്ഞ പോലെ മനം തിരിഞ്ഞു, ആ മനസ്സത്രപ്പെട്ടു. എത്ര മനസ്സത്രപ്പെട്ടു? പ്രവൃത്തിയിൽ കാണണം. വസ്ത്രദാനത്തിൽ കാണണം, സംസാരത്തിൽ കാണണം, ഇടപെടലുകളിൽ കാണണം, ചിന്തയിൽ കാണണം, പ്രാർത്ഥനയിൽ കാണണം, പ്രബോധനത്തിൽ കാണണം, അനുസരണത്തിൽ കാണണം, എല്ലാത്തിലും കാണണം. മനം തിരും. സ്തോത്രം. അവയില്ലാത്തവരോ, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളില്ലാത്തവരോ കുരുടൻ. ഇന്ന് പ്രസംഗിച്ച് കിടക്കുന്ന ശുശ്രൂഷകരെന്ന് പറയുന്നവരില് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എത്ര ഉണ്ട്? ഉണ്ടോ ഇല്ലയോ എത്ര ശോധന ചെയ്യുന്നു? സ്തോത്രം. ഇതൊക്കെ അവരിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. എങ്ങനെ അറിയാം? ഇതൊക്കെ അവർ പഠിപ്പിക്കുന്നെങ്കിൽ അവരിലുണ്ട്. വിശുദ്ധീർണമായിട്ട് പഠിപ്പിക്കുന്നെങ്കിൽ അതിന്റെ വിശുദ്ധീർണം അടക്കം അവരിലുണ്ട്. ഇത് അവരിൽ ഇല്ല എന്നവർ സമ്മതിച്ച് പഠിപ്പിക്കുന്നെങ്കിൽ അവരിൽ ഇല്ല എന്നവർ സമ്മതിക്കുന്നതായിട്ട് അറിയാൻ പറ്റും. സമ്മതിക്കുന്നവിടെ മേൽ ദൈവത്തിന്റെ ആത്മശക്തി ഉണ്ടെന്ന് പറഞ്ഞു കിടക്കുന്നതിൽ ഉള്ളതുകൊണ്ട് എടുത്തു മാറ്റി. കാരണം ഇതൊക്കെ ദൈവ സ്വഭാവം. ഇതൊന്നും മനസ്സിൽ ഉണ്ടെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റൂല. ഇതൊക്കെ ദൈവത്തിനുള്ളതാണ്, ദൈവ സ്വഭാവമാണ്. ഇതൊക്കെ മനുഷ്യരിൽ ഉണ്ടെന്ന് ചുമ്മാ പറഞ്ഞുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ഒരു കാരണവശാലും മനുഷ്യരിൽ വരില്ല. സമ്മതിച്ചോട്ട് ദൈവം തരും, ദാനമായി പകർന്നു. അത് പൂർണ്ണമായിട്ട് തരില്ല, അംശമായിട്ട് തരും. വിശ്വാസവും അങ്ങനെ തന്നെ, ഇന്ദ്രിയജയവും അങ്ങനെ തന്നെ, വീര്യം അങ്ങനെ തന്നെ, പരിജ്ഞാനം അങ്ങനെ തന്നെ, എല്ലാം അംശമായിട്ട് തരും. പൂർണ്ണമായിട്ട് ഒരിക്കലും ഇതെല്ലാം ദൈവ സ്വഭാവമാണ്. ആ വായിച്ചത് എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവാത്മാവ് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യരെ കൂടി വെളിപ്പെടുത്തിയതാണ്. അതൊക്കെ നമുക്ക് ഇല്ലാതിരിക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശാല നമ്മളെ പഠിപ്പിക്കും. ഇല്ലാതിരിക്കലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കുണ്ടെന്ന് പറഞ്ഞാടുന്നവരുടെ സാധനമാണെന്ന് ആൾക്കാർ ഇങ്ങനെ സാധനം എടുത്തിട്ട് ഇങ്ങനെ നടക്കണം. അവയില്ലാത്തവരും കുരുടന്മാരാകും. അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവരും തന്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം അവരവരുടെ മുൻപിലത്തെ പാപത്തിന്റെ ശുദ്ധീകരണം മറക്കുന്നവരും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ എന്തൊരു ഉറപ്പാക്കുന്നു? അതിനുവേണ്ടി ആര് ശ്രമിക്കുന്നു? ദൈവം വിളിച്ച് തെരഞ്ഞെടുത്ത് അങ്ങ് ഇറക്കി വിട്ടിരിക്കണമെന്നാണ് ചാടി കിടക്കുന്നത്. ആരാണ് വെളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്? മേൽ പറഞ്ഞ സ്വഭാവം ഉണ്ടോ? ഉണ്ടെങ്കിൽ വെളിയും ഓക്കെ, തെരഞ്ഞെടുപ്പ് ഓക്കെ.
മേൽ പറഞ്ഞ സ്വഭാവങ്ങൾ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ ഉണ്ട്, ഏത് വിധത്തിലൊക്കെ ഉണ്ട്. അംശമായിട്ട് ഉണ്ടായിരിക്കെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയിട്ടില്ല. സ്തോത്രം. ഇപ്പൊ നമ്മുടെ വിളിയും ദൈവം നമ്മെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പ് നമ്മൾ ഏത് വിധത്തിൽ ഉറപ്പാക്കി? വായിക്കുമ്പോൾ പറയും, പ്രസംഗിക്കുമ്പോൾ കേൾക്കും, ഉറപ്പാക്കിക്കൊണ്ട് ഉറപ്പാക്കാം. ആരുറപ്പാക്കി? വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ദുഷ്ടന്മാരുടെ ധാരാളം നടക്കുമോ? പാപിയുടെ വഴി നിൽക്കുമോ? പരിഹാസം ഇരിപ്പിടത്തിലിരിക്കുമോ? സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കാത്തവരോട് സംസർഗം ചെയ്ത് നടക്കുമോ? ദൈവസ്നേഹമില്ലാത്ത സ്റ്റാറ്റസുകൾ വിതരണം ചെയ്യുമോ? നമുക്കറിയാലോ, നമ്മിലുള്ള ഇന്നിവിടെ ഇരിക്കുന്നവരും ഇന്നിവിടെ ഇല്ലാത്തവരുമായ ഈ ദൈവജനവുമായിട്ട് ബന്ധമുള്ള നമുക്ക് മുഖപരിചയമുള്ളവരിലുള്ള സ്റ്റാറ്റസുകൾ അറിയാലോ. എങ്ങനെയുള്ളത്? എങ്ങനെയുള്ളത്? അതുപോലെ എനിക്കുള്ളൂ അവരുടെ സ്വഭാവത. അതുകൊണ്ട് നമ്മുടെ മെസ്സേജുകള് സ്റ്റാറ്റസുകൾ എല്ലാം എങ്ങനെയുള്ളതായിരിക്കണം? ദൈവ നിയോഗത്തിനുള്ളതായിരിക്കണം. ദൈവ നിയോഗപ്രകാരമുള്ളതായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പറയാൻ പോലെ എന്ത് പാലക്കായ വിടർന്നിരിക്കണം. അതുപോലെയുള്ള സ്റ്റാറ്റസുകളാണ് പലപ്പോഴും ആൾക്കാരുള്ളത്. ഭാര്യ അങ്ങോട്ട്, ഭർത്താവ് ഇങ്ങോട്ട്, മക്കൾ അങ്ങോട്ട്, മാതാപിതാക്കൾ ഇങ്ങോട്ട്. പാലക്കാട്ട് നയിക്കും പോലെ ജീവിതം അങ്ങനെ ഇരിക്കും. സ്തോത്രം. ഐക്യതയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്തോത്രം, ദൈവഹിതപ്രകാരം ദൈവഭക്തിയുടെ ഇടപെടലുകൾ, തീരുമാനങ്ങൾ, ചിന്തകൾ, അങ്ങനെയുള്ള സ്റ്റാറ്റസ് ആണ് ജീവിതത്തിൽ ശേഷിക്കുന്നത്. പറയല്ലോ, ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത മനുഷ്യൻ. നിലപാട് നമുക്കൊക്കെ എന്താ നിലപാടുള്ളത്? അല്ല, ഞാൻ വായിച്ച പ്രകാരം എന്താ നിലപാടുള്ളത്? എന്താ ലക്ഷ്യമുള്ളത്? എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിയാൽ മതിയോ? എന്റെ പ്രായമനുസരിച്ച് ചാടി ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചാടിയ എന്നെയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. പലരും ചാടിയ മറ്റുള്ളവരെ കാണണം, അവരെ കാണണം. നമ്മയും കൂടെ കാണണം. നമ്മൾ ചാടിയത് എപ്രകാരമായിരുന്നു, എങ്ങനെയായിരുന്നു, അതുകൊണ്ടല്ലോ വല്ല ഗുണമുണ്ടായോ? ഞാനും ചാടിയിട്ടുണ്ട്, എന്റെ കണ്ണൂമ്പരോട് ഞാൻ ചാടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണാണ് മാനസാന്തരത്തിന്റെ ആവശ്യം. ഇതൊക്കെ മനസ്സിലാക്കുന്നത് മാനസാന്തരമാണ്. മനസ്സിലാക്കാതിരിക്കുന്നത് മനംതിരിവില്ലായ്മ, മനസ്സിലാക്കുന്നത് മനംതിരിവ്. ഈ മനംതിരിവ് പ്രവൃത്തിയിൽ തെളിയണം. ആശയവിനിമയങ്ങളിൽ തെളിഞ്ഞു വരണം. ഭാര്യ ഭർത്താക്കന്മാരും മക്കളും തമ്മിൽ എന്താണ്? ആശയങ്ങൾ വിനിമയം ചെയ്യണം. ആരോട് എന്ത് പറഞ്ഞു, എന്ത് സംസാരിച്ചു, എന്ത് ചിന്തിച്ചു, എന്ത് പ്രാപിച്ചു, എന്ത് പ്രാപിക്കാൻ പറ്റിയില്ല, എവിടെ പരാജയം വന്നു, എവിടെ പരാജയം വന്നില്ല, എല്ലാം ആശയവിനിമയം നടത്തണം. സംസാരിക്കണം, സമ്മതിക്കേണ്ട കാര്യം. വിലകിന വശങ്ങൾ സമ്മതിക്കണം. അനുസരിക്കുന്ന ഭാഗങ്ങൾ സമ്മതിക്കണം. ഞാൻ അനുസരിക്കാമെന്ന് സമ്മതിക്കണം. എന്നെ അനുസരിപ്പിക്കാൻ നോക്കണ്ട എന്നല്ല പറയുന്നത്. എന്നോട് ദൈവം പറയട്ടെ എന്നല്ല പറയാനുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. ഗവൺമെന്റ് തലത്തിലെ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി അല്ല മുഖ്യമന്ത്രി വില്ലേജ് ഓഫീസർ പറയും. വില്ലേജ് ഓഫീസറെ പറയണം, മുഖ്യമന്ത്രി അല്ല അതിന്റെ വകുപ്പ് മന്ത്രി. അത് റവന്യൂ വകുപ്പ് മന്ത്രി എവിടെയെന്ന് പറയട്ടെന്ന് പറയാൻ പറ്റുമോ? റവന്യൂ വകുപ്പ് മന്ത്രി അതിന്റെ കീഴിലുള്ള പറഞ്ഞു. അതിന് താഴോട്ട് വരും അതിന്റെ ഭാഗം.
വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിന്റെ മേലധികാരി പറഞ്ഞ കേട്ടനുസരിക്കണം. അവിടുത്തെ പിയോട് പറയാണ് അത് മന്ത്രി എന്ന് പറയട്ടെ പറയാൻ പറ്റുമോ? വില്ലേജ് ഓഫീസർ പറഞ്ഞ അനുസരിക്കണം. ഇവിടെ ദൈവം എൻ്റെ അടുത്ത് പറയട്ടെന്ന് പറയാം. ഇവനും അല്ലെങ്കിൽ എവളും ദൈവം തമ്മിൽ എന്തൊരു ബന്ധം? ബന്ധമില്ലാതെ ഈ ബന്ധമുണ്ടെന്ന് ചുമ്മാ പറയല്ലേ? സ്വർഗീയ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാര്, ആ സ്വർഗീയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായിരിക്കുമ്പോൾ ദൈവമായിട്ട് ബന്ധമുള്ളവരുണ്ട്. അത് കഴിഞ്ഞ് വ്യക്തികൾ തമ്മിൽ ബന്ധമുള്ളവരുണ്ട്. അല്ലാതെ താഴെ കിടക്കുന്നവര് ദൈവം എന്നോട് പറയണമെന്ന് പറയാൻ പറ്റൂല. തിരിച്ചറിവില്ലാത്തവര് പറയും അങ്ങനെയൊന്നും ദൈവത്തിന് വേർതിരിവൊന്നുമില്ല. എല്ലാവരോടും ദൈവം ഒരുപോലെ ഇടപെടുന്നു. അങ്ങനെ ഇടപെടും. ദൈവമായിട്ട് കാഴ്ചപ്പാടുള്ളവർ തമ്മിലാണ് ദൈവത്തിന് ഇടപെടലുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. തിരിച്ചറിവില്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയുള്ളവരാ, കുരുടനാ. മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി. അതുകൊണ്ട് സഹോദരന്മാരെ അംഗീകരിക്കില്ല. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരന്മാർക്കുള്ള കേട്ടോ, സഹോദരന്മാർക്ക് ഇവിടെ മൊത്തം ഒന്നുമില്ല. വേറെ സാധനമില്ല. സഹോദരന്മാരെ ചാടി നല്ല കാര്യമുണ്ട്. ഒരു കാര്യമില്ല. എവിടെയൊക്കെ സഹോദരന്മാർ ചാടിയിട്ടുണ്ട് അവിടെ എല്ലാം ഒന്നുമില്ലാതെ പോയിട്ടുണ്ട്. അപ്പൊക്കെ ബൈബിളിലെ സഹോദരന്മാർക്ക് സ്ഥാനമല്ലോ ഉണ്ട്. അത്രയ്ക്ക് ബോധം വേണം, വിവരം വേണം, വിവേകം വേണം, സാമർത്ഥ്യം വേണം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഉള്ളവരോട് കർത്താവിന്റെ ഇടപെടലുണ്ടാവും. അല്ല തന്നിഷ്ടത്തിന് തോന്നിയാസം കരിക്കൊട്ടികളായിട്ട് നടക്കുന്നവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ള സ്പഷ്ടമായി നാം എല്ലാവരും മനസ്സിലാക്കണം. സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് സഹോദരന്മാരെന്ന് എഴുതിയിരിക്കണം പറഞ്ഞുകൊണ്ട് എല്ലാ സഹോദരന്മാരുടെ വിളിയും തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നല്ല ഇതിന്റെ അർത്ഥം. അന്നത്തെ സഹോദരന്മാർക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ല. പക്ഷെ അന്നത്തെ സഹോദരന്മാരുടെ കർത്തൃത്വത്തിൽ നിന്ന് പത്രോസ് അപ്പോസ്തലന് ആ ഇടപെടലുണ്ടായി. ആ ഇടപെടലാണ് സഹോദരന്മാർക്ക് സംഭവിക്കുന്നത്. അല്ല, അന്നത്തെ സഹോദരന്മാരോട് ദൈവത്തിന് ഇടപെടൽ ഇല്ലായിരുന്നു. അന്നത്തെ സഹോദരന്മാരോട് ദൈവത്തിന് ഇടപെടാൻ വേണ്ടിയാണ് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തത്. അതുപോലെയാണ് ഓരോ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. ഇത് കേട്ടനുസരിക്കുന്നവർക്ക് ഇതിന്റെ പകർച്ച വ്യാപരിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടനുസരിച്ചാൽ നമുക്ക് ഇതിന്റെ പകർച്ച വ്യാപരിക്കും. ആരിലാണ് പകർച്ച ആരുടെ കേട്ടനുസരിക്കുന്നത്? അവർ മറ്റുള്ളവരെ അനുസരിപ്പിക്കണം. അവർ കേട്ടനുസരിക്കണം. അതാണ് ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും. അവിടെയാണ് വരുന്നത്. അല്ല ഞാൻ ദൈവത്തെ വിളിക്കാൻ, ഞാൻ സ്തോത്രം പറയാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ, ഞാൻ ബൈബിൾ വായിക്കാൻ ആർക്കെങ്കിലും കരം കൊടുക്കണോ എന്നെല്ലാം സ്തോത്ര അത് മൂച്ച് കാണിച്ചാൽ പറ്റില്ല, അധികാരം കാണിച്ചാൽ പറ്റില്ല. കീഴ്പ്പെടുന്നവർക്ക് കരം കൊടുക്കേണ്ട കാര്യം അല്ലാത്ത കരം കൊടുക്കേണ്ട പഴയ എഴുതിയിട്ടുണ്ട്. പഴയ കൊടുക്കും. സ്തോത്രം, സ്തോത്രം. അത് തെറ്റിച്ച് അത് സമർപ്പിച്ചു പക്ഷെ തെറ്റിച്ചു. അതാണ് അനന്യാസും സഫേറയും ക്രമിക്കിരയായി. സ്തോത്രം. തിന്മയ്ക്കാണെങ്കിൽ രണ്ടുപേരും ഒരു കൈയായിരുന്നു. അപ്പൊ നന്മയ്ക്കാനൊന്നും ആരും കുഴപ്പമില്ല. നന്മയ്ക്ക് വേണ്ടി ഒരു കൈയായി ഭാര്യ ഭർത്താവ് നിന്നു. ഏത് വീട്ടിലാണ് ഭാര്യ ഭർത്താവ് ഒരു കൈയായി നിൽക്കുന്നത്? നന്മയ്ക്ക് വേണ്ടി. തിന്മയ്ക്ക് വേണ്ടിയാണ് ഏകദേശം നിൽക്കാറുള്ളത്. നന്മയ്ക്ക് വേണ്ടി ഭാര്യ ഭർത്താവ് എങ്ങനെ നിൽക്കുന്നു? ഒന്ന് അങ്ങോട്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട്. എന്നിട്ട് ദൈവം എല്ലാം ശരിയാക്കി കൊടുക്കുകയാണ്. അത് പറ്റില്ല. സ്തോത്രം. ദൈവം സ്വസ്ഥതയില്ല. ദൈവത്തെ വിട്ട് ആരും ജയിപ്പിക്കണം.
Praise the Lord. ദൈവം നമ്മെ വിട്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ദൈവം എവിടെ ഇരിക്കുന്നു? ദൈവം ദേവസഭയിൽ, ദൈവം ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കും. അത് തിരിച്ചറിവില്ലാത്ത സ്വന്തം തരത്തില് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ പ്രാഗൽഭ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാത്ത സഭയിലല്ല ദൈവം നിൽക്കുന്നത്. ദൈവത്തിന്റെ അടുത്ത ഭാഗത്താണ് ദൈവം നിൽക്കുന്നത്. അതിന്റെ അടുത്ത ഭാഗത്ത് ദൈവം വരില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ദൈവം വരുമോ? നമ്മേക്കാൾ എത്രയോ മേൽ തട്ടിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ തിരിച്ചറിവ് മനസ്സിലാക്കി ജീവിക്കണം. Praise the Lord. അതാണ് യോശുവയുടെ സെക്കൻഡ് പുസ്തകത്തില് പിന്നെ പുരോഹിതന്മാരും ജനവും തമ്മിൽ 3000 അടി അകലം ഉണ്ടായിരുന്നു. Praise the Lord. ശുശ്രൂഷകരും ജനവും തമ്മിലുള്ള ഇട 2000 മുഴം, അതായത് 2000 മുഴം, അതായത് 3000 അടി. 3000 അടി അകലം. 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. 3000 അടി അകലം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ ഇന്ന് എന്താണ് അകലമുള്ളത്? ഇന്നെന്താണ് അകലമുള്ളത്? അക്ഷരാർത്ഥത്തിൽ ഈ അകലം പാലിച്ചില്ലെങ്കിലും മനസ്സിലാണ് ഈ അകലം. ഭർത്താവ് ദൈവിക അധികാരത്തിലാണെങ്കിൽ ഭാര്യയ്ക്ക് മനസ്സിൽ ഈ അകലം വേണം. സ്തോത്രം. ഇല്ല, ഞാൻ ഭാര്യയാണ്, ഞാൻ ശരീരമാണ്, ഞാൻ എന്തോ സംഭവം എന്ന് പറഞ്ഞ് അഹങ്കാരം കാണിച്ച തുപ്പിക്കളയും. ഈ ഭാര്യയ്ക്കാണ് ഈ ദൈവികമായ സാന്നിധ്യ അധികാരം നിൽക്കുന്നെങ്കിൽ ഭർത്താവിന് അകലം വേണം മനസ്സുകൊണ്ട്. അകലം എന്ന് ഉദ്ദേശിക്കുന്നത് ബഹുമാനം അല്ല, മനസ്സുകൊണ്ട് വെറുത്ത അകലുകയല്ല. അധികാരത്തോട് അടുക്കുവാൻ ഞാൻ യോഗ്യനല്ല. ആ അധികാരത്തോട് മറക്കുവാനോ എതിർക്കുവാനോ അടുക്കുവാനോ ഞാൻ യോഗ്യനല്ല. ആ മനോഭാവം വരുമ്പോൾ സ്തോത്രയുടെ ബഹുമാനം വരും. സ്തോത്രം. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ജീവിക്കരുത്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാനസാന്തരമുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ മാനസാന്തരം ആകില്ല. അപ്പൊ ഇതൊക്കെ ഓരോ അനുഭവങ്ങളിൽ കൂടെ നാം പഠിക്കണം, ഗ്രഹിക്കണം. എങ്കിലേ കർത്താവ് നമ്മൾ വസിക്കുള്ളൂ. അകത്വത്തിന്റെ പ്രത്യേകിച്ച് ക്രിസ്തു നമ്മൾ വസിക്കുള്ളൂ. ചുമ്മാ കർത്താവ് നമ്മളുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കണമെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന് റോമലേഖനത്തിൽ എഴുതിയിരിക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ അതിലായില്ലെന്നേ. സ്തോത്രം. നാം ആ വാക്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ എത്രയോ അകലെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ വചനത്തിൽ നിന്ന് എത്രയോ അകലെ നിൽക്കുക. അവിടെ നമ്മൾ മടങ്ങി വരണം. ആ വചനത്തോട് ഏകീഭവിച്ച് വരണം. ഏകീഭവിച്ച് വരുന്നവരുടെ പുറകിൽ ബാക്കിയുള്ളവർ സ്തോത്രം ആലിംഗനം ചെയ്ത് എങ്ങനെ നിരനിരയായി വരണം, അനുഗമിച്ചു വരണം. സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. അവരെ ശ്രമിക്കണം. ശ്രമിച്ചില്ലെങ്കിൽ ശ്രമിപ്പിക്കും. അതാണ് അപ്പോസ്തലൻ. എന്നാലും ശ്രമിക്കാൻ മനസ്സില്ലാത്തവരെ പുറത്താക്കും. അതാണ് അപ്പോസ്തലൻ. അത് പിന്നെ എന്നെ പുറത്താക്കി പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൂട്ടായ്മ എത്രയോ പേരെ പുറത്താക്കി. ചില ആൾക്കാർ പറയും അത് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് മൂച്ചു പിടിച്ചാണ്. എത്ര പേര് പുറത്താക്കിയിട്ടുണ്ട്, എത്ര പേര് പുറത്തായിട്ടുണ്ട്. പുറത്താക്കാതെ ക്രൈസ്തല്ലോ. അല്ല, യുദ്ധത്തിന് മുമ്പ് ആവശ്യമില്ലാത്തവരെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. കള്ളം പറഞ്ഞ് കള്ളസാക്ഷ്യം പറഞ്ഞ് ഭാവിക്കുന്നതിന് ഭാവിച്ചു വരുന്നവരെ ആക്കാന്റെ ആത്മാവിനെ പ്രാപിച്ചവരെയും യുദ്ധത്തിന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. വിശ്വസ്തയോടെ നിൽക്കുന്ന എല്ലാ ജനത്തിന്റെ കൈയും അവിശ്വസ്തന തലവേല വേണം. കല്ലുകൊണ്ടായിരിക്കണം. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്.
ആരാണ് കല്ലറിയാതിരിക്കുന്നുവോ അവരെയും കല്ലറിയും. അതാ ദൈവപ്രമാണം. അത് യേശുക്രിസ്തു മാറ്റിയില്ലേ? ഇല്ല, മാറ്റിയിട്ടില്ല. മനന്തിരി വെച്ചിട്ടുണ്ട് കിടക്കി. അത് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ മനന്തിരമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഈ പ്രമാണം ദുർബലപ്പെടുത്തിയത് കൊണ്ടാണ് കുടുംബങ്ങളിൽ ഐക്യമില്ല, കൂട്ടായ്മകളിൽ ഐക്യമില്ല, തലമുറകളിൽ ഐക്യമില്ല, ഒരിടങ്ങളിൽ ഐക്യമില്ല, ഒരിടവും നിർബന്ധമായ അനുഭവങ്ങളില്ല, എല്ലാം അയഞ്ഞ അനുഭവം. അതുകൊണ്ട് ന്യായം വെളിപ്പെടില്ല. അത് വെളിപ്പെട്ടാലോ അത് വക്രതയായി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. നിത്യരാജ്യത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ സ്വഭാവം ഉണ്ടോ? ഈ സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാറുണ്ടോ? ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എന്നെ വിശ്വസിക്കുന്നവർക്ക് ജീവരക്ഷ കിട്ടുമെന്ന് സ്റ്റേജിൽ വിളംബരം ചെയ്യുന്നത്. സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ എന്തായാലും ദുരാത്മാവല്ല, ദൈവാത്മാവ്. കൃത്യമായി കാര്യം പ്രസ്താവിച്ചു, കൃത്യമായി കാര്യം എഴുതി വെച്ചു. നമ്മുടെ മലയാള ഭാഷയിൽ കിട്ടുകയും ചെയ്യും. തർജ്ജമ എന്തെങ്കിലും ചില പ്രശ്നമുണ്ടെങ്കിലും സ്തോത്രം അതിനപ്പുറമായ തിരിച്ചറിവ് നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ക്ലോസ് ആണ്. ഇല്ല, അവിടെ തീർന്നു. ടിക്കറ്റും തീർന്നു, ടോക്കണും തീർന്നില്ല, പ്രവേശനം. ഇതൊന്നും ഇല്ലാതിരിക്കെ ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിലോ, അത് ഉണ്ടെങ്കിലോ എന്നാണ്, ഉണ്ടെന്നല്ല, ഉണ്ടെങ്കിലോ എന്നാണ്. അതാണ് ചിന്തിക്കാറില്ല, ഉണ്ടെന്നേ പറയുന്നു. അല്ലേ? ഉണ്ടെന്നേ പറയുന്നു. ഉണ്ടെങ്കിലോ ഒന്ന്. ഉണ്ടോ ഇല്ലയോ? ആഹാരം കഴിച്ചോ ഇല്ലയോ? വെള്ളം കുടിച്ചോ ഇല്ലയോ? കുളിച്ചോ ഇല്ലയോ? ഉറങ്ങിയോ ഇല്ലയോ? ഇങ്ങനത്തെ പോയോ ഇല്ലയോ? പോയെന്നല്ല, അല്ലെങ്കിൽ പോയില്ല എന്നല്ല, പോയോ ഇല്ലയോ? ക്രിസ്തു തമ്മിൽ ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഓരോരുത്തരായിട്ട് എഴുതിട്ട് പറഞ്ഞെന്ന് പറയും. ക്രിസ്തു എന്നിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയും. ഉണ്ടെന്ന് പറയുന്നതാണ്. അത് അവിശ്വസിപ്പിക്കുകയല്ലേ? ഇല്ല, വിശ്വാസം വർദ്ധിപ്പിക്കുക. ഉണ്ടോ ഇല്ലയോ? ഇല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസം പോയി, പൊതുവിൽ പോയി നിൽക്കുക. പിന്നെ ഒരു കക്ഷിത്തിരിമിലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. വിശ്വാസം ഉണ്ടാവും, എല്ലാം ഉണ്ടെന്ന്. ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നവന് ഉണ്ടാക്കേണ്ടതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. തിരുവചനത്തിന് മുമ്പിൽ ഇല്ലായ്മകൾ ഗ്രഹിക്കുന്നതോറും തിരുവചനം നമ്മെ ഉള്ളവരാക്കി മാറ്റും. പക്ഷെ ഗ്രഹിക്കണം. പ്രവൃത്തിയിൽ ശോധനയാണ്. മാനസാന്തരം പ്രവൃത്തിയിൽ വെളിപ്പെടുത്തണം. വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുത്തണം. വെളിപ്പെടുത്താൻ നമ്മൾ ശക്തരായി മാറും. അതിനായി നമ്മൾ ജാഗ്രതയുള്ളവരായി മാറും. ഇല്ലെങ്കിൽ യേശുക്രിസ്തു രാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഒരു കൃപാസനത്തിലേക്ക് ഓടി വന്നു ധൈര്യത്തോടെ വരാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത് അതൊക്കെ ഇതുള്ളവരെ കാര്യം. ഇതൊന്നും ഇല്ലാത്തൊരു കാര്യമല്ല. ഒരുപാട് മറവന്മാരും മറവത്തികളൊക്കെ ഓരോരോ ഇടങ്ങളിൽ ഇരിപ്പുണ്ട്. മറവന്മാരും മറവത്തികളും ഒരു വിവരവുമില്ല, ഒരു ബോധമില്ല, ഒരു ചിന്തയുമില്ല. എല്ലാം യേശു കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രമുണ്ട്. ഉണ്ടോ നേട്ടം ഒന്നുമില്ല. സ്വഭാവത്തിൽ വെളിപ്പെടലുണ്ടെങ്കിൽ ക്രിസ്തുണ്ട്, ക്രിസ്തുവിന്റെ ഉപദേശമോ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വഭാവത്തിൽ വെളിപ്പെടില്ലേ? സംസാരത്തിൽ വെളിപ്പെടില്ലേ? ഇടപെടലുകളിൽ വെളിപ്പെടില്ലേ? യേശുക്രിസ്തുവിന്റെ ഉപദേശവും എപ്പോഴും സ്നേഹമായിട്ട് മാത്രമേ വെളിപ്പെടൂ. പിന്നെ കോപിക്കേണ്ടടുത്ത് കോപമായി വെളിപ്പെടും, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹമായി വെളിപ്പെടും. അതാണ് ദൈവാത്മാവ്, അതാണ് ക്രിസ്തുവിന്റെ ഉപദേശം.
നമ്മളെ ക്രിസ്തുവിന്റെ ഉപദേശത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് സ്നേഹം, സ്നേഹം, സ്നേഹം. തലോടുക, ലാവണ്യമായി സംസാരിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക. ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. ഇതെല്ലാം വ്യാജ സുവിശേഷമാണ്. ക്രിസ്തുവും ക്രിസ്തുവിന്റെ ഉപദേശവും ഇടപെടേണ്ട രീതിയിൽ ഇടപെടേണ്ടവരോട് ഇടപെടും. ശാസ്ത്ര രീതിയാണെങ്കിൽ അങ്ങനെ, പ്രബോധന രീതിയാണെങ്കിൽ അങ്ങനെ, സ്നേഹ രീതിയാണെങ്കിൽ അങ്ങനെ. ആരോട് എങ്ങനെ ഇടപെടണമെന്ന് ക്രിസ്തു തീരുമാനിക്കും. അവിടെ വ്യക്തിക്ക് സ്ഥാനമില്ല. ക്രിസ്തു ഉള്ള ആളായിരുന്നില്ലേ പത്രോസ് അപ്പോസ്തലൻ? ക്രിസ്തുവിന്റെ ആത്മാവുള്ള ആളായിരുന്നില്ലേ പത്രോസ് അപ്പോസ്തലൻ? ഇത് എഴുതിയത് ക്രിസ്തുവിന്റെ ആത്മാവിലല്ലേ? അല്ലേ? അവിടെ അന്യാസം സേവരെ ചത്ത വീണത് ക്രിസ്തുവിന്റെ ആത്മാവിലല്ലേ പത്രോസ് അപ്പോസ്തലൻ സംസാരിച്ചത്? ഇന്നെന്താ അങ്ങനെ സംഭവിക്കാത്തത്? അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടോ എന്ന് ഇനി തീരുമാനിക്കേണ്ടിയിരിക്കും. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താം. ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞു വിട്ടുന്ന വിളിച്ചു വരുത്താൻ പറ്റില്ല. മൊത്തത്തിൽ ദുരാത്മാവിന്റെ സാന്നിധ്യത്തിലും ദുരാത്മാവിന്റെ ഉപദേശത്തിലുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷേ പറയുന്നതോ ക്രിസ്തുവിലുള്ളതാണ്. അവിടെ പറയുന്നത് ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കും, ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ക്രിസ്തു ഉണ്ടെങ്കിൽ ശരീരം മരിക്കും. അപ്പൊ ക്രിസ്തു ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? മരിക്കാതിരുന്നെങ്കിൽ അറിയാമായിരുന്നു ക്രിസ്തു ഇല്ല, ഉണ്ടെന്ന്. മരിക്കുമല്ലോ. ക്രിസ്തു ഉണ്ടെങ്കിൽ മരിക്കും, ഇല്ലെങ്കിൽ മരിക്കും. അപ്പൊ ഇതെല്ലാം ഭാഗമായി നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ആശയവിനിമയത്തോടുകൂടെ ധ്യാനിക്കണം. ജീവിത മേഖലകളിൽ ധ്യാനിക്കണം. സംസാര ഭോഗങ്ങൾ കുറയ്ക്കണം. വചനധ്യാനം കൂട്ടണം. വിവേചനം കൂട്ടണം. സംസാര ഭോഗം കുറയ്ക്കണം എന്ന് പറയാൻ സംസാര ഭോഗം കുറയ്ക്കണം. സംസാരിക്കണം. സംസാര ഭോഗം വേണ്ട, സംസാരം വേണം. നമ്മൾ സംസാരിക്കണം. ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരിക്കണം. ഞാൻ എന്ത് ചെയ്യണം. മുമ്പ് ഇങ്ങനെ ചില മാസമായി പ്രസംഗിക്കാറുണ്ട്. ചില വീടുകൾ ഒരു വീടോ 2 വീട് 3 വീട്. അപ്പോൾ മുകളിലിരിക്കുന്ന ആള് ആഹാരം കഴിക്കണം. മുകളിലിരിക്കുന്ന മകനമകൾ അല്ലെങ്കിൽ അവിടെ ആഹാരം കഴിക്കണമെങ്കിൽ ഇവിടുന്ന് മെസ്സേജ് ആക്കി മൊബൈലിൽ കൊടുക്കും. കേട്ടോ? അമ്മ മെസ്സേജ് ഉണ്ടോ മൊബൈലിൽ? ആഹാരത്തിന് സമയം. അതുപോലെ ചില ആൾക്കാർ ഇങ്ങനെ മൊബൈലിൽ മെസ്സേജിൽ സംസാരിക്കണം. എന്തിനാ സംസാരിക്കും? നേരം കിട്ടാൻ പറ്റില്ല. മെസ്സേജിൽ വരെ സംസാരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്. ഇത് ഏതാത്മാവാണ്? ദൈവാത്മാവോ ദുരാത്മാവോ? സ്തോത്രം. മുഖാമുഖമായി സംസാരിക്കേണ്ടടുത്ത് മുഖാമുഖമായി അടിയുണ്ടാക്കാനല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടി. ഇതിന് സത്യം ഇല്ല, സമ്മതിക്കണം. സ്ത്രീയെങ്കിൽ സ്ത്രീ സമ്മതിക്കണം, പുരുഷനെങ്കിൽ പുരുഷൻ സമ്മതിക്കണം. സമ്മതിക്കുന്ന ഒന്നും ആകാശിടിക്ക് വീഴാനില്ല. വിശ്വാസം ഉറക്കേ ഉള്ളൂ. ഭാര്യയിലെ വിശ്വാസം ഉറയ്ക്കും, ഭർത്താവിന്റെ വിശ്വാസം സദൃശത്തിൽ പറയുന്നത് എന്താ പറയുന്നത്? ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. ഇന്ന് ഏത് ഭർത്താവിന്റെ ഹൃദയം അവളെ ഭാര്യ വിശ്വസിക്കുന്നു? ഏത് വീട്ടിൽ ഏത് ഭർത്താവിന്റെ ഹൃദയം കൊണ്ട് ഭാര്യയെ വിശ്വസിക്കാം? ഏത് വീട്ടിൽ മക്കളുടെ ഹൃദയം കൊണ്ട് അമ്മയെ വിശ്വസിക്കുക, അപ്പനെ വിശ്വസിക്കുക? കാരണം ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ അനുഭവങ്ങളില്ല. പേരെന്താ? ക്രിസ്തുവിനുണ്ടെന്നാണ്. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയെ വിശ്വസിക്കുന്നതായിരുന്നു. പക്ഷെ ഭർത്താവിന്റെ ഹൃദയം ഭാര്യയെ വിശ്വസിക്കണമെങ്കിൽ ഭാര്യ എങ്ങനെയുള്ളതായിരിക്കണം? എങ്ങനെയെങ്കിലുള്ള ഭാര്യയെ ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റുമോ?
എങ്ങനെയെങ്കിലുള്ള ശിഷ്യന്മാരെ കർത്താവ് വിശ്വസിക്കുമോ? വിശ്വസിക്കുകയില്ല, ഏൽപ്പിക്കുകയില്ല. ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് കർത്താവ് കുറ്റം പറഞ്ഞു പറ്റുമോ? ശിഷ്യന്മാരെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ലോ. അതുപോലെ ഭാര്യയെ ഭർത്താവ് ഏൽപ്പിക്കണമെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കത്തക്കവണ്ണം ഭാര്യയെ ജീവിക്കണം, പ്രവർത്തിക്കണം, സംസാരിക്കണം. ഇത് ഒന്നുമില്ലാതെ എന്നെ വിശ്വാസമില്ല എന്ന് പറയാൻ പറ്റുമോ? വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കേണ്ട പ്രവൃത്തി ചെയ്യണം. സംസാരം അതുപോലെ ആയിരിക്കണം, ഇടപെടൽ അതുപോലെ ആയിരിക്കണം, സംസർഗം അതുപോലെ ആയിരിക്കണം. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഒന്നും സംസർഗം വേണ്ട. എല്ലാം ന്യായോചിതമായിട്ടായിരിക്കും, സത്യസന്ധമായിട്ടായിരിക്കും, ദൈവം പ്രസാദിക്കത്തക്ക വിധത്തിലായിരിക്കും. എന്നാലേ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം കിട്ടും. ഇല്ല, അങ്ങനെയല്ലയോ? വിട്ടുപിരിയുക. സ്തോത്രം. നമുക്കെല്ലാവർക്കും വെളിപ്പെട്ട വചനങ്ങൾ കർത്താവ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിനായി നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം, എഴുന്നേൽക്കാം, പ്രാർത്ഥന. വചനത്തിന്റെ മഹത്വമേറെ സാന്നിധ്യം, അതിന്റെ പ്രകാശനത്തോടുകൂടെ നമ്മെ ശോധന ചെയ്യത്തക്കവണ്ണം. ഇതിൽ എത്ര പേര് ശോധന ചെയ്തു എന്നറിയില്ല. ഏതൊക്കെ അനുഭവത്തിൽ ശോധന ചെയ്തു എന്നറിയില്ല. എല്ലാവരും ഒരേ അനുഭവത്തിൽ ശോധന ചെയ്യണമെന്നില്ല. പക്ഷെ വ്യത്യസ്തമായ അനുഭവങ്ങളിലാണെങ്കിലും എല്ലാവരും ശോധന ചെയ്യണം. കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടോ ഇല്ലയോ അവരവരാദ്യം തീരുമാനിക്കണം. ഈ പ്രാർത്ഥനയിൽ തീരുമാനിക്കും. ഉണ്ടെന്ന് തീരുമാനിച്ച പോരാ. മേൽപ്പറഞ്ഞ സ്വഭാവം ഉണ്ടോ എങ്കിൽ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്. മേൽപ്പറഞ്ഞ സ്വഭാവം ഇല്ലയോ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന് സ്പഷ്ടമായി മനസ്സിലാക്കണം. ഇതൊക്കെ പഠിപ്പിക്കാത്തവരുടെ ഇടപെടൽ, കൂട്ടായ്മ, കർത്തൃമേശ, സ്നാനം, ഇതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവാത്മാവ് നടത്തും, ദൈവം നടത്തും എന്നൊക്കെ പഠിപ്പിക്കുന്നവന്റെ ഒരു ശുശ്രൂഷയും ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവം അംഗീകരിക്കാത്ത ശുശ്രൂഷ അനുഭവിക്കാൻ നമ്മൾ ഇടം കൊടുക്കരുത്. അങ്ങനെ ഉള്ളിടത്ത് നമ്മൾ പോകരുത്. ദൈവം അംഗീകരിക്കുന്ന ശുശ്രൂഷ തന്റെ തെറ്റുകൾ ഗ്രഹിപ്പിക്കുന്ന ശുശ്രൂഷ, അത് നമ്മൾ അനുഭവിക്കണം. അത് നമ്മെ ശ്രേഷ്ഠന്മാരാക്കി പോഷന്മാരാണെന്ന് സമ്മതിപ്പിച്ചുകൊണ്ട് നമ്മെ ശ്രേഷ്ഠന്മാരാക്കി. അവിടെ ദുഷ്ടൻ വ്യസനിക്കും, പല്ല് കടിച്ച് ഉരുകിപ്പോകും, ആരും ഓടിക്കാതെ അവൻ ഓടിപ്പോകും. അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന് വിശ്വസ്തരായിരിക്കും, വിശ്വസ്ത സാക്ഷിയാകും. നമുക്കെല്ലാവരും സമർപ്പിച്ചു ദൈവരാജ്യത്തിന്റെ മഹിമയുടെ സാന്നിധ്യം ധാരാളമായി പ്രാപിച്ചെടുക്കുവാൻ, ദേശനിവാസികൾ അത് പകരപ്പെടുവാൻ അതിന്റെ അവസരം ഉണ്ടാകും. അവസരം മുടക്കാതിരിക്കും. അവസരം മുടക്കത്തക്കവണ്ണം ഉപദേശത്തോട് യോജിക്കാൻ ആരൊക്കെ നിൽക്കുന്നു, ഒന്നുകിൽ മനം തിരിയുക, അല്ലെങ്കിൽ അവരെ തിരിയുക. അതിനായി നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം.